سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. സുഹൃത്തുക്കളെ, കരിങ്കപ്പാറ ഫാമിലി സഞ്ചാര ഗ്രൂപ്പിലൂടെ സംഘടിപ്പിച്ച ഒരു വൺ ഡേ യാത്രയുടെ ഏതാനും കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. യാത്ര തുടങ്ങിയതിന് ശേഷം ഇവിടെ ഒരു ചെറിയ ബ്രേക്കിനു വേണ്ടി നിർത്തി ഉടനെ തന്നെ യാത്ര വീണ്ടും തുടർന്നു. പിന്നീട് രാവിലത്തെ നാസ്ത കഴിക്കാനുള്ള ഊഴമായിരുന്നു. വെജിറ്റബിൾ കുറുമയും പൊറോട്ട, ചപ്പാത്തി എന്നിവ കഴിച്ച് സുലൈമാനിയും കുടിച്ച് യാത്ര വീണ്ടും തുടങ്ങി. പിന്നീടുള്ള യാത്ര ഗാനമേള ആസ്വദിച്ചുള്ളതായിരുന്നു. ഏതോ മരുഭൂവിൽ നമ്മെ കൊണ്ടിട്ടെറിഞ്ഞില്ലേ, ദാഹം പൂണ്ടേറ്റം നാം തീരം നോക്കിയിഴഞ്ഞില്ലേ, തീമണ്ടിൻ കാറ്റിൽ അന്യോന്യം വേർപ്പെട്ടകന്നില്ലേ, ദർജപ്പോ മോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ, യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ, മൗത്തോളം വേർപ്പെട്ട ജീവിതം ഇനിയില്ലല്ലോ. അരിപ്പോ തിരിപ്പോ കോതൽ മന്തൽ പരിപ്പോ പന്ത്രണ്ടാനയും കുതിരയും കിട്ട് വടക്കിട്ട് പൈനാം വള്ളി എന്തിന് പോയി അവളെ അരക്കല്ല കരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ, അരിപ്പോ തിരിപ്പോ കോതല മംഗള പരിപ്പോ പന്ത്രണ്ടാനയും കുതിരയും കിട്ട് വടക്കിട്ട് പൈനാം വള്ളി എന്തിന് പോയി അവളെ അരക്കല്ല കരക്കല്ല നന്നായി വെള്ളം കാച്ചി. ഞങ്ങൾ കരിയത്തുംപാറയിൽ എത്തിയപ്പോൾ പഴക്കുലയുമായി ഞങ്ങളെ സ്വീകരിക്കാൻ കുഞ്ഞിപ്പ വെട്ടിച്ചിറ നിൽപ്പുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പഴമെല്ലാം കഴിച്ചു. മിച്ചം വന്ന പഴവുമായി കരിയത്തുംപാറയിലെ പച്ചപ്പ് നിറഞ്ഞ അരുവികളൊഴുകുന്ന പ്രദേശത്തേക്ക് നീങ്ങി. അവിടെ ചെന്നപ്പോൾ സംഭവിച്ച കാഴ്ചകളിലേക്ക്. ഇവിടെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിന് അതിൻ്റെ അവകാശികൾ സമ്മതിക്കുന്നില്ല. ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ പോയ സമയത്ത് വെള്ളം നമ്മൾ ഉദ്ദേശിച്ച അത്ര ഇല്ലെങ്കിലും വെള്ളമെല്ലാം കുറവാണ്. എന്നാലും നല്ല പ്രകൃതി സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് കുളിച്ച് ഞങ്ങൾ ഇവിടുന്ന് യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തോണിക്കടവിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉച്ചഭക്ഷണം കഴിക്കണം. അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ വാഹനത്തിൽ നിന്ന് ഭക്ഷണം എല്ലാം ഇറക്കി നമ്മൾ ബിരിയാണി ചെമ്പുമായിട്ട് ഈ പാർക്കിനകത്തേക്ക് പോവുകയാണ്. ഇനി ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ. ഇതാ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ ചെമ്പെല്ലാം എന്താ പൊട്ടിച്ചു. നല്ല ചൂടുള്ള ബിരിയാണി. രാവിലെ വെച്ച ബിരിയാണി ആണെങ്കിലും ചെമ്പ് പൊട്ടിച്ചപ്പോൾ നല്ല ചൂടുണ്ട്.
അപ്പം ഇനി അത് വിളമ്പുന്നതിനുള്ള നേതൃത്വം നമ്മളെ സുഹൃത്തുക്കൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം സജീവമായിട്ടുണ്ട്. നമ്മൾ ഈ പോയ ട്രിപ്പിൽ ഫാമിലി എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സജീവമായിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ലൈനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഭക്ഷണം കൊടുക്കുന്ന ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടിയ പണി അച്ചാർ, ഉള്ളി എല്ലാം കൊടുക്കലായിരുന്നു. അത് നമ്മൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഇനിയിപ്പോൾ ഇത് നല്ല ചൂടായതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാനുള്ളൊരു ക്ലൈമറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുറച്ച് പ്രകൃതി കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് ആസ്വദിച്ച് ഇനി നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്കാണ് ഇവിടുന്ന് ഇനി പോകാനുള്ളത്. കോഴിക്കോട് ബീച്ചിൽ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടി കണ്ട് പിന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കും. അങ്ങനെ തോണിക്കടവിൽ നിന്ന് ഞങ്ങൾ ബീച്ചിലേക്കുള്ള യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ ഇവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു ചായ സൽക്കാരുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിലേക്ക് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീച്ചിൽ എത്തിയതിന് ശേഷമുള്ള ഏതാനും കാഴ്ചകളും കൂടി കണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ കാണുന്നത് സ്കൂൾ കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് ഐസ്ക്രീം ഒക്കെ മാഷന്മാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും നോക്കിയാൽ പിന്നെ കാണുന്നത് ഒട്ടക സവാരിയാണ്. ഒട്ടകപ്പുറത്ത് കുട്ടികൾ ഒക്കെ കയറി അങ്ങനെ ബീച്ചിലെ എല്ലാ സൗന്ദര്യങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിത് അലുമിനിയത്തിൻ്റെ ഒരു കോണിയൊക്കെ വെച്ചിട്ടുണ്ട്. കോണി വെച്ചിട്ടാണ് ഒട്ടകപ്പുറത്ത് കയറ്റുന്നത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഒട്ടകത്തിന് അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ. ഒട്ടകത്തിൻ്റെ പുറമുള്ള യാത്ര. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള മറ്റ് ഇനങ്ങൾ, വെള്ളത്തിലുള്ള കളികൾ, അതും കുഴപ്പമില്ല. അതും പല രീതിയിലുള്ള കളിയുണ്ട്. വഞ്ചി, തോണി, ബോളിൻ്റെ ഉള്ളിൽ കുട്ടികളുണ്ട്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണാനുള്ളത്. അതേപോലെ വേറൊരു ഐറ്റം കാണുന്നുണ്ട്. ഇവതും സ്കൂൾ കുട്ടികളാണ്. ഇത് കുളിക്കാനുള്ളതാണ്. ഓരോ പമ്പിങ് കണ്ടില്ല, ഇങ്ങനെ റൗണ്ടായിട്ടുള്ളൊരു സ്ഥലം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വെള്ളം വരുന്നതിനനുസരിച്ച് കുട്ടികൾ കുളിക്കുകയാണ്. അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരം ഏകദേശമൊക്കെ വൈകിയിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. ഇപ്പോൾ കടലിൽ കുറച്ച് പേര് കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ വന്നവർ, അവർ നല്ല ആസ്വദിച്ച് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങോട്ട് കയറിയാൽ നമ്മൾ യാത്ര നാട്ടിലേക്ക് തിരിക്കും. അവരെ കുളിയൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും കയറിയിട്ടുണ്ട്. സൂര്യൻ കടലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.